ഹായ് ഹലോ. ഒരു ദിവസം ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചതിന് ശേഷം മുറിയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു കേട്ടോ. ഉറക്കത്തിനിടയിൽ ഒരു വലിയ സൗണ്ട് കേട്ടിട്ടാണ് കേട്ടോ ഞങ്ങളെല്ലാവരും എണീറ്റത്. അമ്മയുടെ വിളിയായിരുന്നു കേട്ടോ. അമ്മയുടെ ഭയങ്കരമായിട്ടുള്ളൊരു നിലവിളി കേട്ടിട്ടാണ് ഞങ്ങൾ ഓടി വന്നത്. അങ്ങനെ ഞങ്ങൾ ഓടി, മുകളിലത്തെ നിലയായിരുന്നു ഞങ്ങളുടെ റൂം. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും ഓടി താഴെ എത്തിയപ്പോഴേക്കും അമ്മ പേടിച്ച് നിൽക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അമ്മയുടെ അടുത്തായിട്ട് ഒരാളും കിടപ്പുന്നുണ്ടായിരുന്നേ. ഞങ്ങളൊക്കെ വന്നപ്പോൾ അത് ഓടി ഈ സ്റ്റാൻഡിൻ്റെ അടിയിലോട്ട് കയറി. അപ്പം നമുക്ക് എന്തായാലും പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സംഭവത്തിന് ഭയങ്കര പേടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താ വന്ന് നിൽക്കുന്ന ആളെ മനസ്സിലായല്ലോ അല്ലേ, വാവ സുരേഷാണ്. അപ്പോൾ വാവ സുരേഷിനെ ഞങ്ങൾ വിളിച്ചിരുന്നു. അങ്ങനെ അപ്പോൾ മനസ്സിലായല്ലോ ആരാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ സ്റ്റാൻഡൊക്കെ നീക്കാൻ നോക്കുന്നുണ്ട്. സ്റ്റാൻഡിൻ്റെ അടിയിലോട്ട് കയറിപ്പോയി കേട്ടോ. ഇവിടെ ഈ അമ്മ ഒരു പാത്രം എടുക്കാൻ വന്നപ്പോഴാണ് കേട്ടോ ഈ വെളിയിലാണ് കിടന്നത്. പണ്ട് അമ്മയ്ക്ക് കാറ്ററിംഗ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ സ്റ്റാൻഡിൻ്റെ പുറത്തായിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് സ്റ്റാൻഡ് നീക്കിയപ്പോൾ തന്നെ എടുത്ത് ചാടി ആളൊക്കെ ഇട്ടിട്ടുണ്ടേ. അപ്പോൾ ഞങ്ങളെല്ലാം കരുതിയത് ഇതൊരു ചേരയാണെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ വാവ സുരേഷാണ് പറഞ്ഞത് ഇത് ചേരയല്ല, നല്ല അസൽ കോബ്രയാണ്, ഒരു മൂർഖൻ പാമ്പാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ എത്ര വയസ്സുണ്ടെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ 3 വയസ്സായെന്നും പറഞ്ഞു. മൂർഖൻ പാമ്പെന്ന് കേട്ടപ്പോഴേ അമ്മയുടെ ബോധം പോയി കേട്ടോ. കാരണം ഭാഗ്യം കൊണ്ടാണ് അമ്മ രക്ഷപ്പെട്ടത്. ഇതിൻ്റെ തൊട്ടടുത്തൂടെ നിന്നിട്ടും അതൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് വാസ്തവം. ഭാഗ്യം കൊണ്ടാണ് അമ്മയ്ക്ക് ഒന്നും പറ്റാതിരുന്നത്. അപ്പോൾ അതങ്ങനെ ഇങ്ങനെ പോയി. എന്തായാലും നമുക്ക് മൂർഖനെ, പിന്നെ പിള്ളേരും കുറച്ച് മുൻപ് ഈ ബാക്ക് സൈഡിലായിട്ട് എൻ്റെ 2 കുഞ്ഞുങ്ങൾ നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഭാഗ്യം പോലെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ആർക്കും ഒന്നും പറ്റാതിരുന്നത്. അപ്പോൾ അതിന് ദൈവത്തിനൊരു ബിഗ് താങ്ക്സ് പറയുന്നത് കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മൾ വിളിച്ച ഉടനെ വന്ന വാവ സുരേഷേട്ടനും ഒരു വലിയൊരു താങ്ക്സ് പറയുന്നു. അങ്ങനെ മൂർഖൻ പാമ്പിനെ നമ്മളൊരു കുപ്പിയിൽ അടച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വാവ സുരേഷ് എന്നെ കൊണ്ടുപോകും. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ കയ്യിലോട്ട് തന്നു കേട്ടോ. അത് ഏട്ടൻ മൂർഖൻ പാമ്പിനെ കയ്യിൽ വെച്ചിട്ട് കുറച്ച് നേരം ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തേ. അപ്പോൾ ഞാൻ വഴക്ക് പറയുന്നുണ്ട്, പെട്ടെന്ന് കൊണ്ടുവന്ന് കൊടുക്കുക, എനിക്ക് പേടിയാണ് കേട്ടോ, ഇതിൻ്റെ അടപ്പിൽ നിന്ന് വല്ല എടുത്ത് ചാടിയാലുള്ള അവസ്ഥ അറിയാമല്ലോ. അങ്ങനെ ഞാൻ ചേട്ടനെ വഴക്ക് പറഞ്ഞ് ചേട്ടനെ കൊണ്ടുപോയേനെ. ആർക്കൊരു പേടിയില്ല കേട്ടോ. കുറേ നേരം ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിനെ കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ. അങ്ങനെ വാവ സുരേഷ് ആ പാമ്പിനെയും കൊണ്ട് പോയായിരുന്നു. അപ്പോൾ ഇതൊരു വലിയൊരു നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അന്നൊരു ഭയങ്കര ഷോക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. കാരണം ഞങ്ങളെല്ലാവരും ഈ ബാക്ക് സൈഡിൽ നിന്നിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒന്നും പറ്റിയില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആർക്കും ഒന്നും പറ്റിയില്ല. അത് തന്നെ ഞങ്ങൾക്കൊരു വലിയൊരു ഭാഗ്യം എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാമ്പ് വന്ന വീഡിയോ. ഞാനിതൊരു ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വൈറലായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഫുൾ വീഡിയോ.